ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലും കാലിലും മുഖത്തൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളില്ലേ, ആ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ബ്രൈറ്റിങ് ഒരു ക്രീമാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുന്നേ നമുക്ക് നല്ല വൃത്തി മുഖത്തും കൈകളിലേക്ക് നല്ല വൃത്തി മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നല്ല നിറം വയ്ക്കാനും ചുളിവുകൾ കുറയാനും നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ക്രീമാട്ടിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ക്രീം ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഈ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് അലോവേറ ജെല്ല് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. അതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും നല്ല സോഫ്റ്റ് ആവാനും അത് മാത്രമല്ല ചുളിവുകൾ നല്ലവണ്ണം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ ഈ ആവണക്കെണ്ണ. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ആവണക്കെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് പാലാട്ടോ, തിളപ്പിക്കാത്ത പാല്. അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാവേ. നല്ല ക്രീം പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഒരു വൈറ്റിംഗ് ക്രീം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കൈകളിലും കാലിലും മുഖത്തൊക്കെ തേക്കുന്നത്. കുളിക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് നല്ലവണ്ണം മുഖത്തങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും മുഖത്തായാലും കഴുകിയിലായാലും കാലിലേക്കായാലും 20 മിനിറ്റെങ്കിലും വെക്കണം. ഇത് മിക്സ് ആണിച്ചിരി താമസമുണ്ടേ, കാരണം അലോവേറ ജെല്ല് ഇച്ചിരി കട്ട പിടിച്ചിരിക്കണം അലോവേറ ജെല്ല് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇച്ചിരി അലോവേറ ജെല്ലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലങ്ങ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളറായിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീം. ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അങ്ങ് തേച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കൈകളിൽ അങ്ങ് തേച്ച് കൊടുക്കാവേ. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതിയാവേ. നമ്മുടെ കൈകളിലും മുഖത്ത് വേണമെങ്കിൽ മുഖത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഖത്ത് തേക്കുന്നില്ല കേട്ടോ, എൻ്റെ കയ്യിൽ മാത്രം തേക്കുന്നുള്ളേ. കടകളിൽ കിട്ടുന്ന ഒരു അലോവേറ ജെല്ലില്ലേ, അതാട്ടോ ഇച്ചിരി കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രീം നമുക്കൊരു കട്ടിയിൽ കിട്ടുവേ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള അലോവേറ ജെല്ലില്ലേ, അതെടുക്കുമ്പോൾ ഇത്തിരി വെള്ളം പോലെയാകും. അപ്പം ഇതാ ഇച്ചിരി കൂടുതൽ നല്ലത്. എന്താ കയ്യിൽ നല്ലോണം തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി. നമ്മുടെ കഴുത്തിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ, നെറ്റിയിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ, ഇതൊക്കെ കുറയാനൊക്കെ ഈ ഒരു ക്രീം നമ്മളെ സഹായിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്കറിയാൻ പറ്റേ. കാരണം ഇത് നമ്മൾ അലോവേറ ജെല്ല് നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കാനും നല്ല സോഫ്റ്റ് ആവാനും ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ പാലാണെങ്കിൽ നല്ല നിറം വയ്ക്കാൻ നല്ലതാണ്. പിന്നെ ചുളിവുകൾ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ കുറയ്ക്കാൻ പാൽ നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ആവണക്കെണ്ണ ആയാലും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ചുളിവുകൾ കുറയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈകളത് അത്യാവശ്യം നല്ല ഒരു ബ്രൈറ്റിങ് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളിതിൽ പാലൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ കൈകൾ നല്ല നിറം വയ്ക്കും കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ തേക്കണം, ഒറ്റ ദിവസം കൊണ്ട് തേക്കരുത്. എല്ലാ ദിവസവും നമ്മൾ തേക്കുമ്പോഴാണ് നല്ല നിറം വയ്ക്കുകയുള്ളൂ. പിന്നെ കൈകൾ നല്ല സോഫ്റ്റൊക്കെ ആവും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമായൊരു ക്രീം തന്നെയല്ലേ ഇത്. നമ്മുടെ കൈകളിലെ ചുളിവുകൾ കുറയാൻ മാത്രമല്ല നല്ല ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു 30 വയസ്സിന് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇതേപോലെ നാച്ചുറൽ ക്രീം ഉണ്ടാക്കിയിട്ട് ആ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാൻ മറക്കരുതെങ്കിലാണ് നമ്മുടെ ആ ചുളിവുകളൊക്കെ ഒന്ന് കുറയുള്ളൂ കേട്ടോ. എന്തായാലും ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചുളിവുകളൊക്കെ വരാനൊക്കെ തുടങ്ങും. ഇപ്പോഴേ നമ്മളിതൊക്കെ ചെയ്യുവാണെങ്കിൽ ആ ചുളിവുകളൊക്കെ നമുക്ക് നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഒരു 10-15 മിനിറ്റ്
വരെ വയ്ക്കുള്ളൂ. അതിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ട് വേഗം തന്നെ വരാം കേട്ടോ. 15 മിനിറ്റൊക്കെ വെച്ചായിരുന്നുള്ള. എന്നിട്ട് ഞാൻ കൈകൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കൈകൾക്ക് നല്ല നിറം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകൾക്ക് നല്ല നിറം വയ്ക്കും കേട്ടോ. പിന്നെ കൈകൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ തന്നെ തേക്കണേ. നമുക്കിത് മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ. മുഖത്ത് നല്ല മുഖത്ത് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതിയേ. അപ്പോൾ ഞാൻ ഇതിൽ ആവണക്കെണ്ണ കുറച്ച് എടുത്തായിരുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നെ അനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിന്നാണെങ്കിൽ അതനുസരിച്ച് ആവണക്കെണ്ണ മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം നമ്മുടെ കൈകൾക്കും കാലുകളിലൊക്കെ ഇപ്പം ഇച്ചിരി അത്യാവശ്യം ഓയിലായിട്ട് ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് ഡ്രൈ ആവുന്ന ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ആവണക്കെണ്ണ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.